ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ അക്വിസിഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിലെ ചില ഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അക്വിസിഷൻ ഓഫ് ബിസിനസ് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നുണ്ട്, ദ പർച്ചേസ് ഓഫ് ദ റണ്ണിംഗ് ബിസിനസ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർ or a partnership firm by a company is known as acquisition of business. ഒരു കമ്പനി ഒരു നിലവിൽ റണ്ണിംഗ് ആയിട്ടുള്ള ഒരു സോൾ പ്രൊപ്രൈറ്റർ ബിസിനസ്സിനെയോ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെയോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അക്വിസിഷൻ ഓഫ് ബിസിനസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഫേം, ഒരു കമ്പനി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സോൾ പ്രൊപ്രൈറ്റർ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെയോ അക്വയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അക്വിസിഷൻ ഓഫ് ബിസിനസ് എന്ന് പറയാം. ഇനി അക്വിസിഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് 2 ഫോംസിലാണുള്ളത്. 2 രീതിയിൽ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു കമ്പനി നിലവിലുള്ള മറ്റൊരു സോൾ ട്രേഡർ ബിസിനസ്സിനെയോ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെയോ പർച്ചേസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് പുതിയ ഒരു കമ്പനി ഫോം ചെയ്യുകയും ആ ഒരു പുതിയ കമ്പനി നിലവിലുള്ള സോൾ ട്രേഡറിനെയോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെയോ അക്വയർ ചെയ്യാം അല്ലേ. ഇങ്ങനെ 2 രീതിയിലാണ് അക്വിസിഷൻ ഉണ്ടാവുക. ഒന്ന്, നിലവിലുള്ള കമ്പനി മറ്റൊരു നിലവിലുള്ള പാർട്ണർഷിപ്പ് ഫേമിനെ അക്വയർ ചെയ്യുക എന്ന് പറയുന്നത്. മറ്റത് പുതിയ ഒരു കമ്പനി ഫോം ചെയ്യുകയും ആ പുതിയ കമ്പനി മറ്റൊരു സോൾ ട്രേഡർ ബിസിനസ്സിനെയോ പാർട്ണർഷിപ്പ് ഫേമിനെയോ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ 2 രീതിയിലും അക്വിസിഷൻ നടക്കാമെന്നുള്ളതാണ്. ഇനി നമുക്ക് അക്വിസിഷൻ ഓഫ് ബിസിനസ്സിൽ 2 പാർട്ടീസാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് സെല്ലറാണ്, രണ്ടാമത്തത് പർച്ചേസറാണ്. ഓക്കെ, സെല്ലർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ വെൻഡർ, അതായത് ആരാണോ ഈ ബിസിനസ് ഈ ഒരു ഫേം സെല്ല് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ വെൻഡർ എന്ന് പറയാം. അതോടൊപ്പം തന്നെ പർച്ചേസിങ് കമ്പനി ഈസ് ദ പർച്ചേസർ. ആരാണോ പർച്ചേസ് ചെയ്യുന്ന കമ്പനി, ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന കമ്പനി ഏതാണോ അവരെയാണ് നമ്മൾ പർച്ചേസിങ് കമ്പനി അല്ലെങ്കിൽ പർച്ചേസർ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ 2 പാർട്ടീസാണ് ഇതിലുള്ളത്, വെൻഡറും അതുപോലെ തന്നെ പർച്ചേസർ അല്ലെങ്കിൽ സെല്ലർ അല്ലെങ്കിൽ ആൻഡ് പർച്ചേസിങ് കമ്പനി എന്ന് പറയുന്നത്. ഇങ്ങനെ 2 പാർട്ടീസാണ് അക്വിസിഷൻ ഓഫ് ബിസിനസ്സിലുള്ളത്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദി പർച്ചേസിങ് കമ്പനി ടു ദ വെൻഡർ ഓർ സെല്ലർ അല്ലേ. അതായത് പർച്ചേസിങ് കമ്പനി വെൻഡർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ സെല്ലർക്ക് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയാം. കാരണം സെല്ലർക്ക് അയാളുടെ ബിസിനസ് അയാൾ വിറ്റത് അയാളാണ്. അപ്പോൾ അയാളെ വിറ്റതിന് പകരമായിട്ട് ഒരു കൺസിഡറേഷനായിട്ട് ഈ പർച്ചേസ് ചെയ്ത ആൾ ഒരു എമൗണ്ട് കൊടുക്കുന്നു. ആ എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ദ പർച്ചേസ് പ്രൈസ് ഈസ് നോൺ ആസ് പർച്ചേസ് കൺസിഡറേഷൻ അല്ലേ. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന പ്രൈസ്, സോ അതിനെയാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള പർച്ചേസ് കൺസിഡറേഷൻ നോക്കാം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് 3 രീതിയിൽ നമുക്ക് ഈ ഒരു പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ലംസം മെത്തേഡാണ്, രണ്ടാമത്തെ നെറ്റ് അസറ്റ് മെത്തേഡാണ്, മൂന്നാമത്തെ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. ഇങ്ങനെ 3 രീതിയിലേ ഇതിലൂടെ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലംസം മെത്തേഡാണ്. അപ്പോൾ ലംസം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് പറയാണ്. ഇപ്പം പർച്ചേസ് ചെയ്യുന്ന കമ്പനി സെല്ല് ചെയ്യുന്ന കമ്പനിയോട് ഒരു ഫിക്സഡ് എമൗണ്ട് തരാം എന്നുള്ളത് ഒരു എഗ്രിമെൻറ്റിൽ എത്തുകയാണെങ്കിൽ അതിനെയാണ് ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. അവിടെ സിംപ്ലി എന്ത് പറയുന്നു, ഇത്ര എമൗണ്ടിന് ഞാൻ ആ ഒരു ബിസിനസ് അക്വയർ ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ റെഡിയാണ്. സോ ആ ഫിക്സഡ് എമൗണ്ടിൽ ആണ് പർച്ചേസ് കൺസിഡറേഷൻ പറയുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ലംസം മെത്തേഡ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പേ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ് വരുൺ എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ അക്വയർ ചെയ്യാണ് അല്ലെങ്കിൽ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എത്ര രൂപക്ക്, 5 ലക്ഷം രൂപക്ക് 5 ലക്ഷം കൺസിഡറേഷൻ കൊടുത്തിട്ട് ഏറ്റെടുക്കാം എന്നുള്ളത് പറയാണ്. വരുൺ എന്ന ബിസിനസ്സിനെ എ ലിമിറ്റഡ് എന്ന കമ്പനി
5 ലക്ഷം രൂപ കൺസിഡറേഷന് ഏറ്റെടുക്കാം എന്ന് പറയുകയാണെങ്കിൽ സോ അതിൽ 5 lakh rupees എന്നുള്ളതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അവിടെ വേറെ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ല. അവിടെ സിംപ്ലി 5 lakhന് ഏറ്റെടുക്കാം എന്ന് പറയുന്നു. സോ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അത്തരം പർച്ചേസ് കൺസിഡറേഷനെ നമ്മൾ ലംസം മെത്തേഡ് എന്ന് പറയാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പർച്ചേസ് കൺസിഡറേഷനാണ് നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെറ്റ് അസറ്റ് മെത്തേഡ് അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹിയർ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ അസറ്റ്സ് ടേക്കൺ ഓവർ ആൻഡ് ടോട്ടൽ ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. അതായത് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ അസറ്റ്സ് ടേക്കൺ ഓവർ ചെയ്തതിൽ നിന്നും ടോട്ടൽ ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്തത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യുന്ന കമ്പനി ഏതൊക്കെ തരത്തിലുള്ള അസറ്റ്സ് ആണോ ഏറ്റെടുത്തിട്ടുള്ളത് സോ ആ അസറ്റിൻ്റെ ടോട്ടലിൽ നിന്ന് ഏതൊക്കെ ലയബിലിറ്റീസ് ആണോ ഈ കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത് ആ ലയബിലിറ്റീസ് കുറക്കുകയാണ്. അപ്പം ടോട്ടൽ അസറ്റ് ടേക്കൺ ഓവറിൽ നിന്നും ടോട്ടൽ ലയബിലിറ്റീസ് ടേക്കൺ ഓവർ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു കമ്പനി മറ്റൊരു കമ്പനീൻ്റെ 8 ലക്ഷം അസറ്റ് ഏറ്റെടുക്കുന്നു, 8 ലക്ഷം രൂപയ്ക്കുള്ള അസറ്റ് ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ ആ കമ്പനീൻ്റെ 2 ലക്ഷം ലയബിലിറ്റീസും ഏറ്റെടുക്കുന്നു. 8 ലക്ഷം അസറ്റ് ഏറ്റെടുക്കുന്നു, അതുപോലെ തന്നെ 2 ലക്ഷത്തിൻ്റെ ലയബിലിറ്റീസും ഏറ്റെടുക്കുന്നു. അപ്പോൾ ഈ കമ്പനീൻ്റെ കേസിൽ അവിടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 8 lakh മൈനസ് 2 lakh ആണ്. 8 lakh അസറ്റ് ടേക്കൺ ഓവർ മൈനസ് 2 lakh ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. അപ്പം 6 lakh ആയിരിക്കും ആ കമ്പനി മറ്റേ സെല്ലർ കമ്പനിക്ക് കൊടുക്കേണ്ട പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നെറ്റ് അസറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് ദ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദ വേരിയസ് എമൗണ്ട്സ് വിച്ച് ദ പർച്ചേസിംഗ് കമ്പനി അഗ്രീസ് ടു പേ ടു ദ വെൻഡർ. അപ്പോൾ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പർച്ചേസിംഗ് കമ്പനി ഈ സെല്ലർ കമ്പനിക്ക് അല്ലെങ്കിൽ വെൻഡർ കമ്പനിക്ക് ഏതൊക്കെ രീതിയിലാണോ ഈ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് സോ ആ കൊടുക്കുന്ന മോഡ്സ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ടോട്ടലിനെയാണ് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനി കുറച്ച് ചിലപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കാം, കുറച്ച് പർച്ചേസ് കൺസിഡറേഷൻ്റെ ഭാഗം ഷെയർസ് ആയിട്ട് കൊടുക്കാം, കുറച്ച് ഭാഗം ഡിബെഞ്ചേഴ്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 3 മോഡ്സിനെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും പർച്ചേസ് കൺസിഡറേഷൻ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് പർച്ചേസ് കൺസിഡറേഷനായി കൊടുക്കുന്നത് 1 ലക്ഷം ഷെയർസ് ആയിട്ടാണ് കൊടുക്കുന്നത്. 1 ലക്ഷം ഷെയർസ് ആയിട്ട് കൊടുക്കുന്നു, 50,000 രൂപ ഡിബെഞ്ചേഴ്സ് ആയിട്ട് കൊടുക്കുന്നു, കുറച്ച് 30,000 rupees ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു അല്ലേ. അപ്പം 1 ലക്ഷം ഷെയർസ് ആയിട്ട് കൊടുക്കുന്നു, ഡിബെഞ്ചേഴ്സ് ആയിട്ട് 50,000 കൊടുക്കുന്നു, ബാലൻസ് 30,000 ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് മൂന്നും ടോട്ടൽ ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ 1 lakh പ്ലസ് 50,000 പ്ലസ് 30,000 അപ്പോൾ എത്രയായിരിക്കും 1,80,000 rupees ആണ് ഈ ഒരു നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ 3 മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ലംസം മെത്തേഡാണ്. അപ്പോൾ അവിടെ ഒരു 2 കമ്പനികൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലെത്തുന്നു ഇത്ര രൂപക്ക് തരാമെന്നുള്ളത്. സോ അതിനാണ് ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ്സ് ടേക്കൺ ഓവർ മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ആയിരിക്കും പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു ഒരു കമ്പനി ഏതൊക്കെ രൂപത്തിലാണോ ഈ പർച്ചേസിങ് കമ്പനി ഈ സെല്ലർക്ക് ആ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ മോഡ്സിലാണോ ഈ ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സോ ആ ടോട്ടൽ എമൗണ്ടിനാണ് ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ 2 ടേംസും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. അതിൽ ഗുഡ്വില്ലും അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവാണ്. ഗുഡ്വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ ഇഫ് ദ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ് ഈസ് ലെസ് ദാൻ ദി പർച്ചേസ് പ്രൈസ് ദ എക്സസ് എമൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഗുഡ്വിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആ ബിസിനസ്സിൻ്റെ നെറ്റ് അസറ്റും അതോടൊപ്പം തന്നെ പർച്ചേസ്
പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കമ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പർച്ചേസ് കൺസിഡറേഷനും നെറ്റ് അസറ്റും തമ്മിൽ കമ്പയർ ചെയ്യണ സമയത്ത് പർച്ചേസ് പ്രൈസിനേക്കാളും കുറവാണ് നെറ്റ് അസറ്റ് എന്നുണ്ടെങ്കിൽ ആ എക്സസ് എമൗണ്ട് എന്ന് പറയുന്നത് ഗുഡ്വില്ലിലേക്കാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നെറ്റ് അസറ്റും നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ്സിൻ്റെ നമ്മൾ കൊടുത്ത പർച്ചേസ് കൺസിഡറേഷൻ അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് കുറവാണ്. എന്തിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നെറ്റ് അസറ്റിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു കമ്പനീൻ്റെ പർച്ചേസ് പ്രൈസിനേക്കാളും കുറവാണ് നെറ്റ് അസറ്റ് എന്നുണ്ടെങ്കിൽ സോ ആ എക്സസ് എമൗണ്ട് എന്ന് പറയുന്നത് ഗുഡ്വില്ലിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി അതോടൊപ്പം തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് പർച്ചേസ് കൺസിഡറേഷനേക്കാളും കൂടുതലാണ് നെറ്റ് അസറ്റ് എന്നുണ്ടെങ്കിൽ, കമ്പനീൻ്റെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷനുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ റിസർവിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുഡ്വില്ലും അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവിനെ കുറിച്ചുള്ള ഒരു മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രേ ഉള്ളൂ. എന്താണ് അക്വിസിഷൻ ഓഫ് ബിസിനസ് എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ, ഏതൊക്കെ രീതിയിലാണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, അങ്ങനെ 3 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ എന്താണ് ഇതുവരെ ബന്ധപ്പെട്ട് ഗുഡ്വില്ലിന് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പഠിച്ചത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രാക്ടിക്കൽ പാർട്ട്, അതായത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു അക്വിസിഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.